ഓൺലൈൻ ചാനൽ ഉണ്ടായിരുന്നേ. ആ സാറേ, ഈ ഇലക്ഷന്റെ ഫലം ഒന്ന് സാറിന്റെ പ്രവചനം ഒന്ന് ഞങ്ങളുടെ ഓൺലൈൻ വഴി ഒന്ന് വിടാൻ വേണ്ടി ഞാനൊരു 4 ദിവസം കുട്ടനാട് തുടങ്ങിയിട്ടുണ്ടേ. അപ്പൊ സാറിന്റെ ഈ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും സാറിന്റെ ഒരു പ്രവചനം എന്ന് പറയുവാണെങ്കിൽ നന്നായിരുന്നു സാറേ. എന്തോ ആ എല്ലാവരും സാർ പറയട്ടെ. പറഞ്ഞു ഒരു നിമിഷം റെക്കോർഡ് ചെയ്യാം. പറഞ്ഞു സാറേ. അതായത് ഓൾ ഇന്ത്യ ലെവലിൽ ഇപ്പോ ദേശീയ ലെവലില് BJP വീണ്ടും അധികാരത്തിൽ വരും. മോദി വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിൽ ഒരു സംശയം വേണം. നമ്മുടെ കേരളത്തിലെ LDP UDP എല്ലാം ഒരുമിച്ച് നിൽക്കുന്നു. പത്രങ്ങളും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് ആ പത്രം എഴുതുന്ന മുഴുവൻ ശരിയാന്ന് വിചാരിക്കേണ്ട, മുഴുവൻ തുണ എഴുതി പത്രം വാർത്തയായിട്ട് ഒരു ബന്ധമില്ല ഈ ഇലക്ഷന്. അതാ രസം. ഇപ്പൊ ഇവിടുത്തെ പത്രം വെച്ചാൽ കേജ്രിവാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് തോന്നുന്നു. അയാൾക്ക് അവിടെ ഡൽഹിക്ക് നിലനിൽക്കാൻ പറ്റും, ജയിലിൽ തുടങ്ങാൻ പറ്റാത്ത അതുപോലെ അഴിമതി കഴിഞ്ഞിരിക്കുക, കൊള്ളാം മുഴുവൻ മോഷണം. അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി അടിച്ച് കണ്ടില്ലായിരുന്നു, ഒരു സ്ത്രീ പരാതിയായിട്ട് MP നടക്കുന്നത്. എന്നിട്ട് അതിനൊക്കെ അപ്പുറത്തായി വർത്തമാനം പറഞ്ഞ് നടക്കുന്നത്. ഒരു കാര്യമില്ല. BJP തന്നെ വരുന്നു മാത്രമല്ല, മോദി ഒരു സംശയമില്ലാതെ അധികാരത്തിൽ തരാൻ പോവുക. പിന്നെ കേരളത്തില് പ്രത്യേകം എന്താ വെച്ചാൽ കഴിഞ്ഞ 19 സീറ്റ് കോൺഗ്രസിന്, 1 സീറ്റ് CPM ആയിരുന്നു. ഇത്തവണ അത് മാറാൻ പോകുന്നു. ഇത്തവണ മാറി 3 സീറ്റ് CPM കിട്ടും. 1 അല്ല 3 കിട്ടും. അത് പറയുന്നില്ലേ, പറയുന്നത് 3 സീറ്റ് BJP കിട്ടും. BJP കിട്ടുന്ന ഇവിടെ പറഞ്ഞേക്കാം. തിരുവനന്തപുരം, തൃശ്ശൂർ, പത്തനംതിട്ട 3 സീറ്റ് കിട്ടും. അങ്ങനെ 3, 6, 10 സീറ്റ് CPM കിട്ടും. കോൺഗ്രസ് 10 സീറ്റ് ഉറപ്പാണ്. അങ്ങനെ 10, 13, 13, 14, 4 സീറ്റ് വോട്ട് എണ്ണീരെ പറയാൻ കഴിയുള്ളൂ. ആർക്കും ഏതാണെന്ന് പറയാൻ കഴിയില്ല. അതെയാ, ഇതായിരിക്കും കേരളത്തിലെ റിസൾട്ട്, യാതൊരു സംശയമില്ല. പിന്നെ സാർ, കോട്ടയം സീറ്റ് ചാരിക്കണം തോക്കുന്നുള്ള രീതിയിലാണല്ലോ മൊത്തത്തിൽ സാറ്? അത് കറക്റ്റാണ്. നമ്മളെ നോക്കാൻ പോവാം. അവിടെ ഫ്രാൻസിസ് ജോർജ് ജയിക്കും. പിന്നെ മാവേലിക്കരയിൽ എങ്ങനെയാ സാറിന്റെ അഭിപ്രായം? മാവേലിക്കര സ്ഥാനാർത്ഥി നമ്മുടെ കൊടിക്കുന്ന സുരേഷും അരുൺകുമാർ. കൊടുക്കുന്ന സുരേഷ് ഒരു നല്ല ടൈറ്റ് ഫൈറ്റിലാണെന്നാണ്. ഇതാണ് ദേശീയ തലത്തിൽ BJP അധികാരത്തിൽ വരുന്നുള്ളതാണ്. സാറേ, ഞങ്ങളുടെ ഒരു ആഗ്രഹം കൂടി സാർ പറഞ്ഞേക്കാൻ. സാറ് കുട്ടനാടോട് താല്പര്യമുള്ള വ്യക്തിയാണ് സാറേ. നമ്മുടെ മോദിയെ കുട്ടനാട്ടിൽ കൊണ്ടുവന്ന ഒരു വലിയ പാക്കേജ് അനുഭവിക്കണം സാറേ. അതോടൊപ്പം തന്നെ സാർ മാർപ്പാപ്പയും കുട്ടനാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള സാറിനെ മുൻകൂട്ടി അങ്ങ് അറിയിക്കുകയായിരുന്നേ. സാറാണ് ഇപ്പം BJP. താങ്ക് യു സാർ. ഓക്കെ, ഗുഡ് നൈറ്റ്.